കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ വീഴ്ച സംഭവിച്ചത് സ്കൂളിന്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ സ്കൂൾ പാലിച്ചില്ല. എന്നാൽ ഇത് മറച്ചുവെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. 2025-26 അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. മെയ് 13 പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം സ്കൂളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ വൈദ്യുത പോസ്റ്റ്, ഇലക്ട്രിക്കൽ ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലിയില്ലാത്ത ട്രാൻസ്ഫോമറുകൾ എന്നിവ അപകടകരമാം വിധം കണ്ടാൽ KSEBയെ അറിയിക്കണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇത് സ്കൂൾ പാലിച്ചില്ലെന്നത് വ്യക്തമാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് മെയ് 13 ഇത്തരമൊരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത്. വിദ്യാലയത്തിന്റെ ഭാഗത്തു നിന്നാണ് തെറ്റെന്നിരിക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.